മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാട് ഏറെ ആകസ്മികവും രാഷ്ട്രീയ കേരളത്തെ വേദനിപ്പിച്ചതുമായിരുന്നു. തന്റെ ഭരണകാലയളവുകളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു നിർത്തി മുന്നോട്ടു പോയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിക്കാരുടെ മാത്രമായിരുന്നില്ല, കേരളത്തിലെ എല്ലാവരുടെയും കുഞ്ഞുഞ്ഞായിരുന്നു സാക്ഷാൽ ഉമ്മൻചാണ്ടി. തനിക്ക് മുമ്പിൽ വരുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേട്ടും പ്രതിസന്ധികളിൽ ഒപ്പം നിന്നും ഉമ്മൻചാണ്ടി ഒരു വിസ്മയമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി അന്തരിച്ചതോടെ പുതുപ്പള്ളി അക്ഷരാർത്ഥത്തിൽ അനാഥമാവുകയായിരുന്നു. ആ അനാഥത്വത്തിൽ നിന്നും പുതുപ്പള്ളിയെ വീണ്ടെടുക്കുവാൻ കോൺഗ്രസ് നിയോഗിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മനെയായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെയും പുതുപ്പള്ളിക്കാരുടെയും പ്രതീക്ഷകളെ ആകെ മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ചാണ്ടി ഉമ്മനിൽ നിന്നും ഉണ്ടായത്. പലപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പല സമീപനങ്ങളും ചാണ്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും തനിക്ക് ഒരു ഉത്തരവാദിത്വവും തന്നില്ലെന്നും ഒരു പഞ്ചായത്തിന്റെ ചുമതല പോലും തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. പിന്നെയും പല ഘട്ടങ്ങളിലും നേതൃത്വത്തിനെതിരെ ചാണ്ടി ശക്തമായി തന്നെ രംഗത്തു വന്നു. നേതാക്കൾ ചാണ്ടിയുടെ ഇങ്ങനെയുള്ള പോക്കിൽ അടക്കം പറച്ചിലുകൾ നടത്തിയപ്പോൾ മാധ്യമങ്ങളാകട്ടെ പരസ്യമായ ഉപദേശം നൽകാനാണ് സമയം കണ്ടെത്തിയത്. മാധ്യമങ്ങളുടെ നിരന്തരമായ വാർത്തകളും ഉപദേശങ്ങളും ചാണ്ടിയെ ഒടുവിൽ നന്നാക്കിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകനിലേക്കുള്ള മാറ്റം ഇന്ന് ചാണ്ടിയിൽ പ്രകടമാണ്. പ്രവർത്തന ശൈലിയും പെരുമാറ്റവും തന്റെ അപ്പയെ പോലെ മാതൃകയാക്കുവാൻ നടത്തിയ ചാണ്ടിയുടെ ശ്രമങ്ങൾ ഒടുവിൽ ആത്മാർത്ഥമായി ഫലം കണ്ടിരിക്കുന്നു. നിലവിൽ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിലെത്തി നിൽക്കുന്ന ഷാഫി പറമ്പിൽ, ടി സിദ്ദിഖ്, പി.സി. വിഷ്ണുനാഥ്, ഡീൻ കുര്യാക്കോസ് എന്നിവരാകട്ടെ സതീഷിനൊപ്പം ചേർന്ന് തന്നെ ചവിട്ടി ഒതുക്കുന്നു എന്ന ചിന്തയിലാണ് ചാണ്ടി. ഇത് ചാണ്ടിയുടെ ഹൃദയത്തിൽ സാരമായ മുറിവേൽപ്പിച്ചു. എങ്കിലും അവഗണന സഹിച്ച് മുന്നോട്ടു പോകാനായിരുന്നു ശ്രമമെങ്കിലും തികഞ്ഞ അവഗണനയും അവഹേളനവും ഉമ്മൻചാണ്ടിയുടെ പഴയ ശിഷ്യരിൽ നിന്ന് നേരിടേണ്ടി വന്നത് ചാണ്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനു പുറമെയാണ് എ.കെ. ആന്റണിയുടെ മകന് പിന്നാലെ ചാണ്ടി ഉമ്മനും ബി.ജെ.പിയിലേക്ക് എന്ന പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യാപകമായത്. ഇതിനു പിന്നിലും ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തരായ യങ് ബ്രിഗേഡ് ആയിരുന്നെന്ന് ചാണ്ടി ഉമ്മൻ ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി നേതൃത്വത്തിൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും തന്റേതായ ഇടമുണ്ടാക്കി മുന്നോട്ട് പോവുകയെങ്കിൽ മാത്രമേ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂവെന്ന വികാരം ചാണ്ടി അടുത്ത സഹപ്രവർത്തകരുമായി പങ്കുവച്ചതായാണ് വിവരം. മാത്രമല്ല വി.ഡി. സതീശനും ഒരു കൂട്ടം യുവ നേതാക്കളും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന വികാരവും ചാണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ പരമാവധി ദുർബലപ്പെടുത്തുന്ന സമീപനങ്ങളാകും ഇനി ചാണ്ടിയിൽ നിന്നുണ്ടാവുകയെന്നും ഏറെക്കുറെ ഉറപ്പാണ്. അതിനിടെ ഉമ്മൻചാണ്ടിക്കും കെ കരുണാകരനുമൊപ്പം മുൻപ് നിലയുറപ്പിച്ചിരുന്നവർ ഇന്ന് പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടുകയാണെന്ന വികാരവും ചാണ്ടിയുടെ പുതിയ നീക്കത്തിന് കാരണമായി കരുതുന്നു. ഒരു സമയത്ത് മണ്ഡലത്തിലെ സാധാരണ വീടുകളിൽ വിവാഹ ചടങ്ങുകൾക്കും മറ്റും ചാണ്ടി എത്തുന്നില്ലെന്ന പരാതികൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുഴുവൻ കാര്യങ്ങൾക്കും ചാണ്ടി സജീവമായി തന്നെ നിലകൊള്ളുന്നു. ഉമ്മൻചാണ്ടിയുടെ പാതയിൽ ചാണ്ടി മുന്നോട്ട് നടക്കുന്നത് പുതുപ്പള്ളി വീണ്ടും നിലനിർത്തുവാൻ വേണ്ടി മാത്രമല്ല, തന്റെ അപ്പയെപ്പോലെ കോൺഗ്രസിനെ സർവ്വാധികാരത്തോടെ നയിക്കുവാൻ വേണ്ടിയാണ്.